ഹലോ, എസ് ഫാഷൻ ബുട്ടീക്കിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് നമ്മുടെ സബ്സ്ക്രൈബർ കളക്ഷൻ സാരീസ് ആയിട്ടാണ്. അപ്പോൾ ഇത് വീഡിയോ നമ്മൾ ഫസ്റ്റ് ആയിട്ട് നമ്മുടെ ചാനൽ കാണുന്ന ആൾക്കാർക്ക് വേണ്ടി ഞാൻ ഒന്നുകൂടെ പറയുവാണ്. സബ്സ്ക്രൈബർ കളക്ഷൻ എന്ന് പറയുന്നത് നമ്മളിപ്പോലെ ഹാൻഡ് എംബ്രോയിഡറി വർക്കുകൾ ചെയ്ത് നമുക്ക് അയച്ചു തരുന്ന ആൾക്കാരുടെ വർക്ക്സ് നമ്മൾ ഡിസ്പ്ലേ ചെയ്യുന്നതാണ്. നമ്മൾ കൂടുതലും ഹാൻഡ് എംബ്രോയിഡറി ആണെങ്കിലും മിഷൻ എംബ്രോയിഡറി ആണെങ്കിലും കസ്റ്റമൈസ്ഡ് ആയിട്ടാണ് ചെയ്തത്. ഓർഡർ തന്നതിന് ശേഷം നമ്മളൊരു ഡിസ്പാച്ച് ടൈം നമ്മൾ പേഴ്സണലി കോൺടാക്ട് ചെയ്യുന്ന സമയത്ത് അന്നത്തെ ഓർഡർ അനുസരിച്ച് നമ്മൾ പറയുന്നതായിരിക്കും. അങ്ങനെ ഡിസ്പാച്ച് ചെയ്യുന്നത് പോലെയാണ് നമ്മൾ ഹാൻഡ് എംബ്രോയിഡറി മിഷൻ എംബ്രോയിഡറി വർക്കുകൾ ചെയ്യുന്നത്. ഈ ഒരു സബ്സ്ക്രൈബർ കളക്ഷനിൽ വരുന്ന സാരീസ് ഒക്കെ നമുക്ക് റെഡി ടു ഡിസ്പാച്ച് ആയിട്ട് അവൈലബിൾ ആയിട്ടുണ്ട്. നമുക്ക് ഓരോരോ സാരീസ് വെച്ചിട്ട് കാണാം. അപ്പോൾ നമ്മൾ ഫസ്റ്റ് കാണിക്കുന്നത് ഈ ഒരു പൗഡർ ബ്ലൂ ഷെയ്ഡിലുള്ള കോട്ടൺ ചെക്കോട്ട സാരിയാണ്. ഈ ഒരു ഷെയ്ഡ് സാരി നമുക്ക് പ്ലെയിൻ സാരി ആയിട്ടും നമുക്ക് ഇതുവരെ വീഡിയോയിൽ ഒന്നും കാണിച്ചിട്ടില്ലാത്തൊരു ഷെയ്ഡാണ്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പൗഡർ ബ്ലൂ, ലൈറ്റ് പൗഡർ ബ്ലൂ ഷെയ്ഡാണ്. നല്ലൊരു പ്ലസന്റ് ആയിട്ടുള്ള ഒരു ഷെയ്ഡാണ്. അതിനകത്ത് വൈറ്റ് കളറിലെ ചിക്കൻകാരി വർക്കാണ് ചെയ്തിരിക്കുന്നത്. ഓഫ് വൈറ്റ് ഷെയ്ഡ്, പ്യുവർ വൈറ്റ് അല്ല, ഓഫ് വൈറ്റ് ഷെയ്ഡിനകത്താണ് ഈ ഒരു ചിക്കൻകാരി വർക്ക് ചെയ്തിരിക്കുന്നത്. ഒരു ബേർഡിന്റെ ഒരു മോട്ടീവാണ് ചെയ്തിരിക്കുന്നത്. അത് ചിക്കൻകാരി വർക്ക് ആയതുകൊണ്ട് തന്നെ സാറ്റൻ സ്റ്റിച്ചിന്റെയും ഷാഡോ വർക്കിന്റെയും ഒക്കെ ഒരു മിക്സ്ഡ് ആയിട്ട് ചെയ്തിരിക്കുന്ന വർക്കാണ്. അത്യാവശ്യം നല്ല സൈസിൽ തന്നെ ഉണ്ടോ, എൻ്റെ ഒരു കൈപ്പത്തിയുടെ ഒക്കെ ഒരു വലുപ്പത്തിൽ വരുന്നത് പോലെ അത്യാവശ്യം ഒരു സൈസിൽ തന്നെയാണ് ഈ ഒരു ഡിസൈൻ ചെയ്തിരിക്കുന്നത്. നല്ല ഫിനിഷിങ്ങോട് കൂടിയാണ് ഈ ഒരു ഓരോ സ്റ്റിച്ചും ഇതിനകത്ത് ചെയ്തിരിക്കുന്നത്. ആ ഒരു ഷാഡോ വർക്ക് ഒക്കെ ആണെങ്കിലും നല്ല തിക്കായിട്ട് തന്നെ കവർ ചെയ്ത് വരുന്നത് പോലെയാണ് ഇതിനകത്ത് ഈ ഒരു വർക്ക് ചെയ്തിരിക്കുന്നത്. അതുപോലെ ഈ ഒരു മോട്ടീവ് ആണെങ്കിലും നമ്മൾ നോർമലി കണ്ടുവരുന്ന ഒരു ഇതല്ല, കുറച്ചൊരു ഡിഫറെന്റ് ആയിട്ടുള്ളൊരു മോട്ടീവാണ്. അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞ പോലെ നമ്മൾ ഉടുത്ത് വരുമ്പോൾ നമുക്കൊരു യൂണീക്ക് ആയിട്ടുള്ള ഒരു സാരി ഉടുത്ത ഒരു ഫീല് വരും. ഇത് പല്ലു പോർഷന്റെ എൻഡിൽ വന്നിരിക്കുന്ന ഒരു ഡിസൈനാണ്. പല്ലു പോർഷനിൽ ഈ റണ്ണിങ് പോർഷനിലാണ് നെക്സ്റ്റ് ഡിസൈൻ വരുന്നത്. നെക്സ്റ്റ് റണ്ണിങ് പോർഷനിൽ ഇങ്ങനെയാണൊരു സെയിം സൈസിലുള്ള ഡിസൈൻസ് ആണ് ഈ ഒരു സാരിയിൽ കൊടുത്തിരിക്കുന്നത്. എല്ലാം തന്നെ നമ്മൾ ആ ഒരു പല്ലുവിന്റെ എൻ പോർഷനിൽ കണ്ട അതേ വലുപ്പത്തിൽ തന്നെ ഒരു ഡിസൈൻ ഇതിന്റെ റണ്ണിങ് പോർഷനിൽ കൊടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് ഇതിന്റെ ചെസ്റ്റ് പോർഷൻ സോറി റണ്ണിങ് പോർഷനിൽ തന്നെ ഒരു ഡിസൈനും കൂടെ ഉണ്ട്. ചെസ്റ്റ് പോർഷനോട് ചേർന്നൊരു ഡിസൈൻ ഇരിക്കുന്നത്. അത് ആ ഒരു രണ്ട് രീതിയിലായതുകൊണ്ട് നമുക്ക് ഞാൻ ഓർത്ത് പെട്ടെന്ന് ഇതിങ്ങനെ ഒരൊറ്റ ഡിസൈനാണ്. ഇതുണ്ടോ, ഇത് ആ ഒരു ബേർഡിന്റെ തന്നെ ബേർഡ് താഴോട്ട് വരുന്നത്, അതായത് പല്ലുവിന്റെ പുറകിന്റെ പോർഷൻ വരുമ്പോഴത്തേനും ഈ ഡിസൈൻ ഇങ്ങനെയായിരിക്കും. തിരിച്ച് ചെസ്റ്റ് പോർഷന് വരുമ്പോഴത്തേനും ബേർഡ് തിരിച്ചു വരും, അതായത് ഇൻവേർട്ടഡ് ആവും. നമ്മൾ ഉടുത്ത് വരുമ്പോൾ നമുക്ക് ബേർഡിന്റെ ഫ്രണ്ട് പോർഷൻ കാണാവുന്നത് പോലെ ആ ഒരു ഇച്ചിരി ഗ്യാപ്പേ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് ഓർത്തു ചെസ്റ്റ് പോർഷനിൽ ആ ഒരു ഡിസൈൻ, റണ്ണിങ് പോർഷനിൽ 2 ഡിസൈൻ ഉണ്ട്, പല്ലുവിന്റെ എൻഡിലും ഒരു ഡിസൈൻ ഉണ്ട്. അങ്ങനെ ടോട്ടൽ 3 ഡിസൈൻസ് പല്ലുവിലുണ്ട്. ഇവിടെ വരും നമ്മുടെ ഷോൾഡർ പോർഷൻ, ഇവിടെ വരും. എന്നിട്ട് ചെസ്റ്റ് ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യും. ചെസ്റ്റ് പോർഷൻ വരുമ്പോഴത്തേനും ഇതുണ്ടോ 3 ഡിസൈൻസ് ചെസ്റ്റ് പോർഷനിൽ വരുന്നുണ്ട്. ആ ബേർഡ് നമ്മളെപ്പോഴും അങ്ങനെയാണ്, നമ്മളെപ്പോഴും എല്ലാ സാരീസും ചെയ്യുമ്പോൾ അങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്. ചെസ്റ്റ് പോർഷൻ വരുമ്പോഴത്തേനും ആ ഒരു ഡിസൈൻ നമുക്ക് ഫ്രണ്ടിൽ നിന്ന് കാണുമ്പോൾ നേരെ വരുന്നത് പോലെ, മറ്റേത് നമുക്ക് പുറകോട്ട് കിടക്കുന്നത് കൊണ്ട് തന്നെ ഇൻവേർട്ടഡ് ആയിട്ടാണ് നമ്മൾ ഡിസൈൻസ് ചെയ്യുന്നത്. എന്നാലേ നമ്മൾ ഉടുത്ത് വരുമ്പം നമുക്ക് പുറകിൽ നിന്ന് നോക്കുമ്പോൾ അത് നേരെ കാണാനായിട്ട് പറ്റത്തുള്ളൂ. ഇത് നല്ല സൈസിൽ തന്നെ, ആ സെയിം സൈസിൽ തന്നെ 3 ഡിസൈൻസ് ആണ് ചെയ്തിരിക്കുന്നത്. ഇതിന്റെ കൂടെ ഈ ഒരു ഓഫ് വൈറ്റ് ഷെയ്ഡിലെ അക്കോബ ബ്ലൗസ് ഒക്കെ ഇട്ടാൽ നല്ല ഭംഗിയായിരിക്കും. അല്ല ഈ സെയിം പൗഡർ ബ്ലൂ ഷെയ്ഡിലുള്ള ബ്ലൗസ് ഇട്ടാലും നല്ല ഭംഗിയായിട്ട് നമുക്ക് ഈ ഒരു സാരി പെയർ ചെയ്യാം. ഡെയിലി വെയർ കളക്ഷൻ ആയിട്ടും ചർച്ച് വെയർ കളക്ഷൻ ആയിട്ടും ഒക്കെ നമുക്ക് പെയർ ചെയ്യാൻ പറ്റുന്ന, എല്ലാ ഒരു ഏജ് ഗ്രൂപ്പിനാണെങ്കിലും എല്ലാ കളർ കോംപ്ലക്ഷനുള്ള ആൾക്കാർക്കാണെങ്കിലും പെയർ ചെയ്യാൻ പറ്റുന്ന ഒരു ഡിസൈനുമാണ്, കളർ കോമ്പിനേഷനുമാണ്. വളരെ റെയറായിട്ട് കിട്ടുന്ന ഒരു കളർ ഷെയ്ഡാണ്. അപ്പോൾ ഇങ്ങനെ 3 ഡിസൈൻസ് ആണ് ഇതിന്റെ ചെസ്റ്റ് പോർഷനിൽ വരുന്നത്. നെക്സ്റ്റ് ഇതിന്റെ ബോട്ടം പോർഷനിലാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ബോട്ടം പോർഷനിൽ ഇതുണ്ട്. ഫസ്റ്റ് ഇതിന്റെ ഈ ഒരു റൈറ്റ് ലെഗ് പോർഷനിൽ ഡിസൈൻ ഉണ്ട്. അത് കൂടാണ്ട് അതിന്റെ ഫ്ലീറ്റ്സിനിടയ്ക്ക് വരുന്നത് പോലെ വേറെ 2 ഡിസൈൻസ് ഉണ്ട്. ഇത് ഞാൻ തിരിച്ചു പിടിച്ചിരിക്കുന്നുണ്ട്, ഇൻവേർട്ടഡ് ആയിട്ട് സ്റ്റാൻഡിങ് പോസിലാണ് ഡിസൈൻ വന്നിരിക്കുന്നത്. ഇതിന്റെ ബോട്ടം പോർഷനാണ് ഞാൻ കയ്യിൽ പിടിച്ചിരിക്കുന്നത്, അതുകൊണ്ട് തന്നെയാണ് ഇൻവേർട്ടഡ് ആയിട്ട് വരുന്നത്. ഇങ്ങനെയാണ് ഇതിന്റെ ബോട്ടം പോർഷനിലുള്ള ഡിസൈൻ. 3 ഡിസൈൻസ് ആണ് അങ്ങനെ ഇതിന്റെ ബോട്ടം പോർഷനിൽ കൊടുത്തിരിക്കുന്നത്. ഇതിനകത്ത് കൊടുത്തിരിക്കുന്ന എല്ലാ ഡിസൈൻസും സെയിം സൈസ് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. സെയിം പാറ്റേണിൽ വരുന്ന ചിക്കൻകാരി മോട്ടീവ്സ് വരുന്ന സാരിയാണ്. ഈ ഒരു സാരിയുടെ റേറ്റ് വരുന്നത് 2750 ആണ്. 2750 റുപ്പീസ് ആണ് ഈ ഒരു സാരിയുടെ പ്രൈസ് വരുന്നത്. ഇത്രയും സൈസിൽ വരുന്ന ചിക്കൻകാരി വർക്ക് ഇത്രയും ഫിനിഷോടെ തന്നെ ചെയ്തിരിക്കുന്ന സാരിയാണ്. അപ്പോൾ ഈ സാരി നമുക്ക് റെഡി ടു ഡിസ്പാച്ച് ആയിട്ട് അവൈലബിൾ ആണ്. അപ്പോൾ ഈ സാരി വേണമെങ്കിൽ നമ്മൾ വാട്സാപ്പിൽ സ്ക്രീൻഷോട്ട് കാണിച്ചാൽ മതി. നെക്സ്റ്റ് നമ്മൾ കാണിക്കുന്ന വൈറ്റ് കളറിലെ സിൽക്കി കോട്ട സാരിയിൽ ബ്യൂട്ടിഫുൾ ആയിട്ട് ഷാഡോ വർക്ക് ചെയ്തിരിക്കുന്ന ഒരു സാരിയാണ്. ഇത് ആ ഒരു പർപ്പിൾ ഗ്രീൻ കോമ്പിനേഷനിലാണ് ഇതിനകത്ത് ഷാഡോ വർക്ക് ചെയ്തിരിക്കുന്നത്. നല്ല വലിയ ഡിസൈൻ ആയിട്ട് തന്നെ ഇതിന്റെ ഈ ഒരു ഡിസൈൻ, ഇതിന്റെ പല്ലുവിന്റെ വരുന്ന ഡിസൈനാണ്. കുറച്ച് ഈ ഒരു ബ്രാഞ്ചസ് ഓഫ് ഫ്ലവേഴ്സ് ഇങ്ങനെ ഒരു സ്റ്റാൻഡിങ് പോസിൽ കുറച്ചേറെ നിൽക്കുന്ന രീതിയിലാണ്. നമ്മൾ നോർമലി കാണുന്നത് പോലെ ഒരു സിംഗിൾ ബ്രാഞ്ച് പോലെയല്ല ചെയ്തിരിക്കുന്നത്. കുറച്ച് സ്കാറ്റർ ചെയ്തൊരു പാറ്റേണിൽ
നല്ലൊരു ഡിഫറെൻ്റ് ആയിട്ടുള്ള രീതിയിൽ നമ്മൾ നോർമലി കുർത്തയുടെയൊക്കെ ചെസ്റ്റ് പോർഷനിൽ ഇതുപോലത്തെ വർക്ക്സ് കാണാറുണ്ട്. അപ്പോൾ ആ ഒരു പാറ്റേണിലാണ് ഇതിൻ്റെ ഈ ഒരു പല്ലു പോർഷനിൽ നല്ല ഭംഗിയായിട്ട് ഈ ഒരു ഡിസൈൻ ചെയ്തെടുത്തിരിക്കുന്നത്. ഇതിൻ്റെ പല്ലുവിൻ്റെ അപ്പുറത്തെ എൻഡിലും ഒരു ചെറിയ ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെയാണ് പല്ലുവിൻ്റെ അപ്പുറത്തെ എൻഡിൽ ഡിസൈൻ വരുന്നത്. നമ്മൾ ആ പല്ലുവിൻ്റെ മെയിൻ എൻഡ് കണ്ടതിനേക്കാളും കുറച്ചുകൂടെ സൈസ് കുറച്ച് സിംഗിൾ ആയിട്ടുള്ളൊരു ബ്രാഞ്ച് വരുന്ന രീതിയിലാണ് ഇതിനകത്ത് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. നെക്സ്റ്റ് ഇതിൻ്റെ റണ്ണിങ് പോർഷനിൽ ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. പല്ലുവിന് പുറകോട്ട് കിടക്കുന്ന റണ്ണിങ് പോർഷനിൽ ചെറിയൊരു ഫ്ലവർ ഡിസൈൻ വരുന്നത് പോലെ ഇങ്ങനൊരു ഡിസൈൻ വന്നിട്ടുണ്ട്. സിംഗിൾ ഫ്ലവറും കുറച്ച് ലീവ്സും ഒക്കെ വരുന്നത് പോലെ. അതുപോലെ ഓരോ ഫ്ലവേഴ്സിൻ്റെയും സെൻട്രൽ പോർഷനിലൊക്കെ ഫ്രഞ്ച് നോട്ട്സ് വെച്ചിട്ട് ഒരു ചെറിയൊരു ഹൈലൈറ്റ് പോലെ കൊടുത്തിട്ടുണ്ട്. ഗ്രീൻ ആണെങ്കിലും 2 ഷെയ്ഡ് ഗ്രീനാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ലീവ്സിനും സ്റ്റെമ്മിനും ഡിഫറെൻറ്റ് ഷെയ്ഡ്സ് ഓഫ് ഗ്രീനാണ് യൂസ് ചെയ്തിരിക്കുന്നത്. നെക്സ്റ്റ് ഇതിൻ്റെ മെയിൻ അട്രാക്ഷൻ എന്ന് പറയുന്നത് ഇതിൻ്റെ ചെസ്റ്റ് പോർഷൻ തന്നെയാണ്. ഇതിൻ്റെ ചെസ്റ്റ് പോർഷനാണ് ഇങ്ങനെയാണ് ചെസ്റ്റ് പോർഷൻ ചെയ്തിരിക്കുന്നത്. ഉണ്ടോ, നമ്മൾ നോർമലി കണ്ടുവരുന്ന ഒരു പാറ്റേണിലല്ലാതെ കുറച്ച് നല്ലൊരു ഡിഫറെൻ്റ് ആയിട്ട് കുറച്ച് നല്ല സൈസിൽ തന്നെ എംബ്രോയിഡറി വന്നിട്ടുണ്ട് ഈ ഒരു പാറ്റേൺ. ഇതിൻ്റെ ചെസ്റ്റ് ഇത് അതിൻ്റെ ഒരു ബോട്ടം പോർഷനിലെ ഡിസൈൻ്റെ നിഴലടിക്കുന്നതാണ് ഈ ഭാഗത്ത് കാണുന്നത്. ഇങ്ങനെയാണ് ചെസ്റ്റ് പോർഷനിലെ ഡിസൈൻ വരുന്നത്. കണ്ടോ, ഈ ഒരു പാറ്റേണിലാണ് ചെസ്റ്റ് പോർഷനിലെ ഡിസൈൻ വരുന്നത്. നല്ല ഭംഗിയായിട്ട് നല്ല വലുപ്പത്തിൽ നിറച്ചും ഡിസൈൻസ് വരുന്ന രീതിയിൽ ആ ഫ്രണ്ട് ഫുൾ കവർ വരുന്നത് പോലെയാണ് ഈ ഒരു ഡിസൈൻ വന്നിരിക്കുന്നത്. അതും ഈ ഒരു പർപ്പിൾ വൈറ്റ് ഗ്രീൻ കോമ്പിനേഷൻ നല്ലതായിട്ട് കോൺട്രാസ്റ്റ് ചെയ്ത് കാണാനും പറ്റും. അതുകൊണ്ട് തന്നെ നമ്മൾ നിറച്ചും ആ ഒരു വൈറ്റ് സാരി ഉടുക്കുന്നതിനേക്കാളും നിറച്ച് വർക്കുള്ള ഒരു സാരി ഉടുത്ത ഒരു ഫീൽ തന്നെ വരും. ഈ ഒരു പർപ്പിൾ കളർ ബ്ലൗസൊക്കെ വെച്ച് പെയർ ചെയ്യുമ്പോഴായിരിക്കും ഈ ഒരു സാരി നല്ല ഭംഗി വരുന്നത്. അപ്പം നല്ലൊരു ഓഫീസ് വെയർ ആയിട്ടോ ചോയ്സ് വെയർ ആയിട്ടോ ഒക്കെ അല്ലാതെ നോർമൽ വെയർ ആയിട്ടൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഡെയിലി വെയർ കളക്ഷനിൽ വരുന്ന ഒരു നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഹാൻഡ് എംബ്രോയിഡറി സാരിയാണ്. ഇതിനകത്ത് നെക്സ്റ്റ് വർക്ക് വരുന്നത് ഇതിൻ്റെ ബോട്ടം പോർഷനിലാണ്. ബോട്ടം പോർഷനിൽ നോർമലി ഉള്ളതിനേക്കാളും ഒരുപാട് വർക്ക് ഈ ഒരു സാരിയിൽ കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ റൈറ്റ് ലെഗ് പോർഷനിലോട്ട് വരുമ്പോഴത്തേന് ഇങ്ങനെ ഒരു വലിയ ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. ഇത് കണ്ടോ, റൈറ്റ് ലെഗ് പോർഷനിൽ നമ്മൾ ആ ഒരു പല്ലുവിൻ്റെ എൻ പോർഷനിൽ കണ്ടതുപോലെ 2-3 ഒരു ബ്രാഞ്ചസ് വരുന്നത് പോലെ ആ ഒരു ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് ഇതിൻ്റെ ഫ്ലീറ്റ്സിന് ഇടയ്ക്കോട്ട് വരുമ്പോഴത്തേന് ഇങ്ങനെ ചെറിയ ചെറിയ ബ്രാഞ്ചസ് വരുന്നത്, ചെറിയ ബഞ്ചസ് വരുന്നത് പോലെ ഡിസൈൻസ് കൊടുത്തിട്ടുണ്ട്. അങ്ങനത്തെ 4 ബഞ്ചസാണ് ഈ ഒരു ഫ്ലീറ്റ്സിന് ഇടയ്ക്ക് വരുന്നത് പോലെ ചെയ്തിരിക്കുന്നത്. വലിയൊരു 3-4 ബഞ്ച് വരുന്നത് പോലത്തെ ഒരു ഡിസൈൻ ഇതിൻ്റെ റൈറ്റ് ലെഗ് പോർഷനിലും കൊടുത്തിട്ടുണ്ട്. ഫുൾ ഷാഡോ വർക്ക് വരുന്നത് പോലത്തെയാണ്. ലീവ്സ് ആണെങ്കിലും ഫ്ലവേഴ്സ് ആണെങ്കിലും ഷാഡോ വർക്ക് വരുന്നത് പോലെ നിറച്ചും ഡിസൈനുള്ള ഈ ഒരു സാരിയുടെ റേറ്റ് വരുന്നത് 2679 ആണ്. 2679 rupees ആണ്. നെക്സ്റ്റ് നമ്മൾ കാണിക്കുന്നത് കോട്ടൺ ചെക്കോട്ടയുടെ ചിക്കു ഷെയ്ഡിലുള്ള ഒരു സാരിയാണ്. വളരെ സിമ്പിൾ ആയിട്ട് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് ചെയ്തെടുത്തിരിക്കുന്ന ഒരു സാരിയാണ്. ചിക്കു ഷെയ്ഡ് നമുക്ക് ഒത്തിരി ഡിമാൻഡ് വരുന്ന ഒരു ഷെയ്ഡാണ്. ആ ഷെയ്ഡിൽ നമുക്ക് റെഡിന്റെ മൾട്ടി കളർ ഷെയ്ഡ് യൂസ് ചെയ്തിട്ടാണ് ഇതിനകത്ത് ഈ ഒരു എംബ്രോയിഡറി ചെയ്തിരിക്കുന്നത്. അതിനകത്ത് ആ ഒരു ഡാർക്ക് ഗ്രീനിന്റെ കോമ്പിനേഷനാണ് കൊടുത്തിരിക്കുന്നത്. ഒരു ട്രയാങ്കിൾ പാറ്റേണിൽ ലേസി ഫ്ലവേഴ്സ് യൂസ് ചെയ്തിട്ടാണ് ഈ ഒരു ബഞ്ച് റെഡിയാക്കി ചെയ്തിരിക്കുന്നത്. നല്ല ഭംഗിയായിട്ട്, ഞാൻ പറഞ്ഞതുപോലെ വളരെ സിമ്പിൾ ആയിട്ടുള്ളൊരു വർക്കാണ്. പക്ഷേ ആ കളർ കോമ്പിനേഷൻ കൊണ്ടും ഒക്കെ നല്ല ഭംഗിയായിട്ട് നമുക്ക് ആ ഒരു വർക്ക് നന്നായിട്ട് കോൺട്രാസ്റ്റ് ചെയ്ത് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. നമ്മൾ ഉടുത്ത് വരുമ്പോഴും നല്ല ഭംഗിയായിരിക്കും. ഇതിനകത്ത് ഒരു യെല്ലോ ഷെയ്ഡ് വെച്ചിട്ട് നടുക്ക് ഫ്രഞ്ച് നോട്ട് വെച്ച് ഓരോ ഫ്ലവേഴ്സും ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. ഫ്ലൈ സ്റ്റിച്ച് യൂസ് ചെയ്തിട്ടാണ് ഈ ഒരു ഗ്രീൻ പാറ്റേൺ ചെയ്തിരിക്കുന്നത്. ഒത്തിരി കോംപ്ലിക്കേറ്റഡ് ഒന്നും ആക്കാതെ വളരെ സിമ്പിൾ ആയിട്ട് ചെയ്തിരിക്കുന്ന ഒരു ചെറിയ ഡിസൈനാണ്. ഇത് നമ്മുടെ ഒരു കൈപ്പത്തിയോളം ഒന്നും വലിപ്പമില്ലാത്ത പോലെ ഈ ഒരു ചെറിയ സൈസിൽ വരുന്നത് പോലെയാണ് ഇതിന്റെ ഡിസൈൻ വന്നിരിക്കുന്നത്. ഇതിന്റെ പല്ലുവിന്റെ മെയിൻ പോർഷനിൽ കണ്ട ഡിസൈനാണ് ഇപ്പോൾ കാണിച്ചത്. ഉള്ളിൽ വരുമ്പോഴത്തേനും ഇതുപോലെ 3 ഫ്ലവേഴ്സും കുറച്ച് ലീവ്സ് പാറ്റേണും ഒക്കെ വരുന്നത് പോലെയാണ് ഉള്ളിലൊരു ഡിസൈൻ കൊടുത്തിരിക്കുന്നത്. നെക്സ്റ്റ് ഇതിന്റെ റണ്ണിങ് പോർഷനിലാണ് ഒരു ഡിസൈൻ കൊടുത്തിരിക്കുന്നത്. റണ്ണിങ് പോർഷനിൽ നമ്മൾ പല്ലുവിന്റെ എൻഡിൽ കണ്ട അത്രയും വലിപ്പമില്ല, എന്നാൽ നേരത്തെ കണ്ട 3 ഫ്ലവേഴ്സ് അല്ല ചൂട് വലുപ്പത്തിൽ, അതായത് ഇതുപോലെ 6 ഫ്ലവേഴ്സ് വരുന്നത് പോലെ ഒരു ട്രയാങ്കിൾ ആണ്. നമ്മൾ പല്ലുവിന്റെ എൻഡിൽ കണ്ടതിനകത്ത് ഇത്രയും ഫ്ലവേഴ്സ് ഉണ്ടായിരുന്നു. 10 ഫ്ലവേഴ്സ് വരുന്നത് പോലെയാണ് 6 ഫ്ലവർ ബഞ്ച് വന്നിട്ട്. ഇതിനകത്ത് 6 ഫ്ലവേഴ്സ് വരുന്നത് പോലെയാണ് 6 ഫ്ലവർ ബഞ്ച് വരുന്നത്. 6 സൈസ് ഡിഫറൻസിൽ ഇതിന്റെ ഒരു റണ്ണിങ് പോർഷനിൽ ഒരു ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് ഇതിന്റെ ഒരു ചെസ്റ്റ് പോർഷനിലോട്ട് വരുമ്പോഴാണ് ഡിസൈൻ വരുന്നത്. ചെസ്റ്റ് പോർഷനിലോട്ട് വരുമ്പോഴും നമ്മൾ റണ്ണിങ് പോർഷനിൽ കണ്ടതുപോലെ ഒരു 6 ഫ്ലവേഴ്സ് എന്നുള്ളൊരു സൈസിലാണ് ഇതിനകത്ത് ഡിസൈൻസ് കൊടുത്തിരിക്കുന്നത്. ചെറിയ ഡിസൈൻ ആയതുകൊണ്ട് തന്നെ 4 ഡിസൈൻസ് ഈ ഒരു സാരിയുടെ ചെസ്റ്റ് പോർഷനിൽ കൊടുത്തിട്ടുണ്ട്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട്, ഞാൻ പറഞ്ഞതുപോലെ ഇതിനകത്ത് മെയിൻ അട്രാക്ഷൻ എന്ന് പറയുന്നത് ഇതിൻ്റെ ഈ കളർ കോമ്പിനേഷനും ഈ ഒരു മൾട്ടി കളർ ത്രെഡുമാണ്. നല്ല ഭംഗിയായിട്ട് ഈ പറഞ്ഞ പോലെ അത് കോൺട്രാസ്റ്റ് ചെയ്ത് നമ്മൾ ഉടുത്ത് വരുമ്പോഴത്തേനും നമുക്ക് നല്ലൊരു ഡെയിലി വെയർ കളക്ഷൻ, എസ്പെഷ്യലി ഓഫീസ് വെയർ ആയിട്ടും ടീച്ചേഴ്സിനൊക്കെ സ്കൂളിലൊക്കെ ആണെങ്കിലും ഒക്കെ കൊടുക്കാനായിട്ട് പറ്റുന്ന പോലത്തെ നല്ലൊരു കളർ കോമ്പിനേഷനും നല്ലൊരു
പ്ലസന്റ് ലുക്ക് തരുന്നൊരു സാരി തന്നെയാണ്. ഇതിൻ്റെ കളർ കോമ്പിനേഷൻ നല്ല ഭംഗിയായിട്ടുണ്ട്. ആ ഒരു യെല്ലോ കളർ ആ ഫ്ലവേഴ്സിനെ നന്നായിട്ട് ഹൈലൈറ്റ് ചെയ്തിട്ടുമുണ്ട്. മിനിമൽ വർക്ക് ആണോ എന്ന് ചോദിച്ചാൽ മിനിമൽ വർക്കാണ്. എന്നാൽ നമ്മൾ ഉടുത്ത് വരുന്ന കാണുന്ന ഭാഗത്തെല്ലാം വർക്ക് വന്നിട്ടുമുണ്ട്. നെക്സ്റ്റ് ഇതിന്റെ ബോട്ടം പോർഷനിലാണ് വർക്ക് കൊടുത്തിരിക്കുന്നത്. ബോട്ടം പോർഷനിലോട്ട് വരുമ്പോൾ നമ്മൾ പല്ലുവിന്റെ എൻ പോർഷനിൽ കണ്ടതുപോലെ ഒരു വലിയ ഫ്ലവർ ഡിസൈൻ, അതായത് 10 ഫ്ലവേഴ്സ് ഒക്കെ വരുന്ന പോലത്തെ ഒരു ട്രയാങ്കിൾ ബഞ്ച് ഇതിന് റൈറ്റ് ലെഗ് പോർഷനിൽ കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ നേരത്തെ പല്ലുവിന്റെ ഉൾവശത്ത് കണ്ടതുപോലെ 3 ഫ്ലവേഴ്സ് വരുന്ന ബഞ്ചസ് ഇതുപോലെ ഫ്ലീറ്റ്സിന് ഇടയ്ക്കോട്ട് വരുന്നത് പോലെ കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ 4 ഫ്ലവേഴ്സ് ആണ് ഫ്ലീറ്റ്സിന് ഇടയ്ക്കോട്ട് വരുന്നത് പോലെ ചെയ്തിരിക്കുന്നത്. ഞാൻ ഓൾറെഡി പറഞ്ഞതുപോലെ നമ്മൾ ഉടുത്ത് വരുന്നിടത്തെല്ലാം ഡിസൈൻസ് ഉണ്ട് താനും, എന്നാൽ വളരെ സിമ്പിൾ ആയിട്ടും വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഡിസൈൻ ആണ് ഇതിനകത്ത് ചെയ്തിരിക്കുന്നത്. നല്ലൊരു കളർ കോമ്പിനേഷനിൽ ചെയ്തെടുത്തിരിക്കുന്നതാണ്. ഇപ്പം നമുക്ക് മെറൂൺ ബ്ലൗസ് വെച്ചോ അല്ലെങ്കിൽ ഈ ഒരു ചിക്കു ഷെയ്ഡ് തന്നെ ബ്ലൗസ് വെച്ചോ ഒക്കെ പെയർ ചെയ്താൽ നല്ലൊരു ഡെയിലി വെയർ കളക്ഷൻ സാരി ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഈ ഒരു സാരിയുടെ റേറ്റ് വരുന്നത് 1649 ആണ്. 1649, 1649. ലാസ്റ്റ് ആയിട്ട് നമ്മൾ കാണിക്കുന്ന വീഡിയോ ഒരു സിൽക്കി കോട്ട സാരിയാണ്. ബ്ലാക്ക് കളറിലെ സിൽക്കി കോട്ട സാരിയിൽ ഇതുപോലെ പിങ്കിന്റെ കോമ്പിനേഷനിൽ റെഡ്, മെറൂണിഷ് റെഡും പിങ്കും കൂടെ ഉള്ളൊരു കോമ്പിനേഷനിൽ ചെയ്തിരിക്കുന്ന ഒരു എംബ്രോയിഡറി വർക്കാണ്. ഇതിന്റെ പല്ലു പോർഷനിലെ ഡിസൈൻ ഞാൻ കാണിക്കാമേ. ഇങ്ങനെയാണ് ഇതിന്റെ പല്ലു പോർഷനിലെ ഡിസൈൻ വരുന്നത്. സെയിം സൈസുള്ള ഡിസൈൻ തന്നെയാണ് കേട്ടോ. ഈ സാരിയിൽ ഫുൾ കൊടുത്തിരിക്കുന്ന സെയിം സൈസുള്ള ഡിസൈൻസ് തന്നെയാണ്. ബ്ലാങ്കറ്റ് സ്റ്റിച്ച് വെച്ചിട്ടുള്ള ഒരു പെറ്റൽസും അതിന്റെ എൻഡിൽ ബുള്ളൻ നോട്ട്സ് വെച്ചിട്ട് ഒരു ഹൈലൈറ്റും ഒക്കെ കൊടുക്കുന്ന രീതിയിലാണ് ഈ ഒരു ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അതുപോലെ രണ്ട് കളർ ഫ്ലവേഴ്സ് യൂസ് ചെയ്തിട്ട് അതിന്റെ ആ ഒരു കോൺട്രാസ്റ്റ് ചെയ്താണ് അതിന്റെ സെൻട്രൽ പോർഷൻ ചെയ്തിരിക്കുന്നത്. അതായത് ആ ഒരു ലൈറ്റ് പിങ്ക് കളർ ഫ്ലവേഴ്സ് കൊടുത്തേക്കുന്നതിന്റെ സെൻട്രൽ പോർഷനിൽ മെറൂൺ ഫ്രഞ്ച് നോട്ട്സും അതുപോലെ ആ ഒരു ഫ്ലവറിന് ഹൈലൈറ്റ് കൊടുത്തിരിക്കുന്നു. ഒക്കെ ആ ഒരു മെറൂൺ ഷെയ്ഡ് കൊടുത്തിരിക്കുന്നു. മെറൂൺ ഷെയ്ഡ് ചെയ്തിരിക്കുന്ന ഫ്ലവറിന് നേരെ കോൺട്രാസ്റ്റ് ആയിട്ട് പിങ്ക് ഷെയ്ഡിൽ അതിന്റെ ആ ഒരു സെൻട്രൽ പോർഷനും ആ ഇതോടെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ നല്ലൊരു കോൺട്രാസ്റ്റ് ചെയ്തൊരു ഗ്രീൻ കോമ്പിനേഷനിലാണ് ഇതിനകത്ത് ചെയ്തിരിക്കുന്നത്. അത്യാവശ്യം നമ്പർ ഓഫ് ഫ്ലവേഴ്സ് ഒക്കെ നിറച്ച് വന്നിട്ട് നല്ല വലുപ്പത്തിൽ തന്നെ ചെയ്തിരിക്കുന്ന ഒരു ഡിസൈനാണ്. അതായത് എസ്പെഷ്യലി ഈ ഒരു ബുള്ളൻ നോട്ട്സ് വെച്ചിട്ടൊക്കെ ഹൈലൈറ്റ് കൊടുക്കുമ്പോൾ തന്നെ ഒരു ഫ്ലവറിന് കുറച്ചും കൂടി ഒരു എടുപ്പൊക്കെ വരും, കുറച്ചുകൂടി ഒരു 3D ഇഫക്റ്റ്, കുറച്ചുകൂടി ലൈവ്ലി ആയിട്ട് ഫ്ലവേഴ്സ് വരും. ആ ഒരു പാറ്റേണിലാണ് ഇതിനകത്ത് ഈ ഒരു ഡിസൈൻ വന്നിരിക്കുന്നത്. നെക്സ്റ്റ് ഇതിന്റെ റണ്ണിങ് പോർഷനിൽ സെയിം സൈസിലുള്ള ഡിസൈൻ വന്നിട്ടുണ്ട്. ഇതുണ്ട്, ഇങ്ങനെ റണ്ണിങ് പോർഷനിൽ സെയിം സൈസിലുള്ള ഡിസൈൻ വന്നിട്ടുണ്ട്. അതിനുശേഷം ഇതിന്റെ ചെസ്റ്റ് പോർഷനിലാണ് ഡിസൈൻ വരുന്നത്. ചെസ്റ്റ് പോർഷനിലും സെയിം സൈസിലുള്ള 2 ഡിസൈൻസ് ആണ് കൊടുത്തിരിക്കുന്നത്. 2 ഡിസൈൻസ് ആണ് ചെസ്റ്റ് പോർഷനിൽ കൊടുത്തിരിക്കുന്നത്. നല്ല വലിപ്പത്തിൽ തന്നെയുള്ള ഡിസൈൻ ആയതുകൊണ്ട് തന്നെ നല്ലതായിട്ടൊരു കവറേജ് വരും. നമ്മൾ ഉടുത്ത് വരുമ്പോഴത്തേനും ചെസ്റ്റ് പോർഷൻ ആ ഒരു ഫ്രണ്ട് കവർ ചെയ്യുന്ന പോലെ തന്നെ ഡിസൈൻ വരും. പിന്നെ നോർമലി നമ്മൾ സാരിയിൽ ചെയ്യുന്നതിനേക്കാളും വ്യത്യസ്തമായിട്ട് ഇതിനകത്ത് ചെസ്റ്റ് പോർഷന്റെ ഉള്ളിൽ വരുന്ന പോലെ ഒരു ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ സിംഗിൾ ഫ്ലീറ്റിൽ നോർമലി നമുക്ക് ഈ സാരി സിംഗിൾ ഫ്ലീറ്റിൽ യൂസ് ചെയ്യാനായിട്ട് ഇച്ചിരി ട്രാൻസ്പെറൻസി ഉള്ള മെറ്റീരിയലാണ്. അതുകൊണ്ട് തന്നെ സിംഗിൾ ഫ്ലീറ്റിൽ യൂസ് ചെയ്തില്ലേലും ആ ഒരു ഫസ്റ്റ് ഫ്ലീറ്റിൽ ഇതുപോലെ വരുമ്പോൾ ഫസ്റ്റ് ഫ്ലീറ്റിൽ കാണാവുന്ന പോലെ ഈ ഒരു ഡിസൈൻ വരും. നന്നായിട്ട് ഈ പറഞ്ഞ പോലെ ഉടുത്ത് വരുമ്പോഴത്തേനും അതുപോലെ ഞാനിപ്പം വെച്ചിരിക്കുന്നത് പോലെ വേണമെങ്കിൽ ഈ പറഞ്ഞ പോലെ ഫുൾ അടുക്കി കുത്താതെ ഈ 2-3 ഫ്ലീറ്റ്സ് മാത്രമായിട്ട് വലിയ ഫ്ലീറ്റ്സ് ഇട്ട് കൊടുക്കുന്നവർക്കും ഈ ഒരു ഡിസൈൻ കാണാവുന്ന പോലെ ഉടുത്ത് നല്ലതായിട്ട് സ്റ്റൈൽ ചെയ്യാൻ പറ്റും. നല്ലൊരു ജ്വല്ലറി ഒക്കെ ഇതിൻ്റെ കൂടെ ഇട്ടിടുമ്പോഴത്തേനും നല്ലൊരു ക്ലാസിക് ലുക്ക് ആയിരിക്കും, നല്ല ഭംഗിയായിരിക്കും കാണാൻ. നല്ല കോൺട്രാസ്റ്റ് ചെയ്ത കളർ ഡിസൈൻ ഫ്ലവേഴ്സാണ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിറച്ചും ആ എംബ്രോയിഡറി ഉള്ള ലുക്കിൽ തന്നെ ഈ ഒരു സാരി ഉടുക്കാവുന്നതാണ്. അപ്പോൾ ഈ ചെസ്റ്റ് പോർഷനിൽ ഉള്ളിൽ ഒരു ഫ്ലവറും അതുകൂടാതെ മെയിൻ ആ ഒരു പുറത്ത് വരുന്ന ഫ്ലീറ്റ്സ് 2 ഫ്ലവറുമായിട്ട് 3 ഡിസൈൻസ് ആണ് ഇതിൻ്റെ ചെസ്റ്റ് പോർഷനിൽ വന്നിരിക്കുന്നത്. നെക്സ്റ്റ് ഇതിൻ്റെ ബോട്ടം പോർഷനിലാണ് ഡിസൈൻ വന്നിരിക്കുന്നത്. ബോട്ടം പോർഷനിലോട്ട് വരുമ്പോഴും ഇതിനകത്ത് 3 ഡിസൈൻസാണ് കൊടുത്തിരിക്കുന്നത്. ഫസ്റ്റ് ഇതിൻ്റെ റൈറ്റ് ലെഗ് പോർഷനിൽ തന്നെ ഒരു ഡിസൈൻ ഉണ്ട്. സെയിം സൈസിൽ വരുന്നൊരു ഡിസൈൻ ഇതിൻ്റെ റൈറ്റ് ലെഗ് പോർഷനിൽ വരുന്നുണ്ട്. അത് കഴിഞ്ഞ് ഫ്ലീറ്റ്സിനുള്ളിൽ വരുന്നത് പോലെ ആ ഒരു ഫ്ലീറ്റ്സ് തീരുന്നിടത്ത് വരുന്നത് പോലെ നോർമലി ഈ ഒരു ഡിസൈൻ വരുന്നത്. അതായത് സാരിയുടെ പകുതി പോർഷൻ്റെ ആ ഭാഗത്തായിട്ട് ഡിസൈൻ വന്നിട്ട് മിക്കവാറും ഇത് ഫ്ലീറ്റ്സ് തീരുന്ന ഭാഗത്ത് ഈ ഒരു ഡിസൈൻ വരും. ഫ്ലീറ്റ്സിനുള്ളിൽ വരുന്നത് പോലെ ഇങ്ങനെ ഒരു ഡിസൈൻ വരും. അങ്ങനെ ബോട്ടം പോർഷനിൽ വെർട്ടിക്കലായിട്ട് 3 ഡിസൈൻസ് ചെയ്തിട്ടുണ്ട്. വളരെ ഭംഗിയായിട്ട് വളരെ കോൺട്രാസ്റ്റ് ആയിട്ടൊക്കെ ചെയ്തെടുത്തിരിക്കുന്ന ഈ ഒരു ഡിസൈൻ ചെയ്തിരിക്കുന്ന സാരിയുടെ റേറ്റ് വരുന്നത് 2199 ആണ്. 2199 rupees ആണ്. ഇപ്പം നമ്മൾ ഈ കാണിച്ച 4 സാരീസ് നമുക്ക് റെഡി ടു ഡിസ്പാച്ച് ആയിട്ട് അവൈലബിൾ ആയിട്ടുണ്ട്. ഈ സാരീസ് ആർക്കെങ്കിലും വാങ്ങിക്കാനായിട്ട് താല്പര്യം ഉണ്ടെങ്കിൽ നമ്മൾ പെട്ടെന്ന് തന്നെ വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്യുക. സാരീസിന് സ്ക്രീൻഷോട്ട് അയച്ചാൽ മതി. നമ്മൾ അവൈലബിലിറ്റി അന്നേരം പറയുന്നതായിരിക്കും. പുതിയ കളക്ഷൻസ് ഒക്കെ ആയിട്ട് നമ്മൾ വീണ്ടും വരുന്നവരെയും താങ്ക് യു ഫോർ വാച്ചിങ്.